രാജാ രവിവർമ്മ. അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ്. ഭാരതീയ ചിത്രകലയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തോളം സ്വാധീനം ചെലുത്തിയ ചിത്രകാരന്മാർ ചുരുക്കമാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ ചിത്രകലയുടെ രാജകുമാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ശരിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ ആ ഒരു യാഥാർത്ഥ്യബോധം എന്നെ വല്ലാതെ ആകർഷിച്ചു. മറ്റു പരമ്പരാഗത ഇന്ത്യൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പാശ്ചാത്യ ശൈലിയുണ്ടല്ലോ. അതാണ് രവി വർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ചിത്രകാരന്മാരിൽ നിന്നും യൂറോപ്യൻ ചിത്രകലാരീതി പഠിച്ചെടുക്കുകയായിരുന്നു. പ്രധാനമായും എണ്ണച്ചായം ഉപയോഗിച്ചുള്ള രചനാരീതിയാണ് അദ്ദേഹം ഇന്ത്യയിൽ പ്രശസ്തമാക്കിയത്. യൂറോപ്യൻ അക്കാദമിക് ശൈലിയും ഇന്ത്യൻ വിഷയങ്ങളും ചേർന്ന ഒരു അപൂർവ സംഗമമായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശകുന്തളയുടെ ദുഷ്യന്തനോടുള്ള പ്രണയം, നളദമയന്തി പരമ്പരയിലെ ചിത്രങ്ങളൊക്കെയാണ്. പുരാണ കഥാപാത്രങ്ങളെയും ഇതിഹാസ സന്ദർഭങ്ങളെയും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം കാൻവാസിലേക്ക് പകർത്തി. വിശ്വാമിത്രനും മേനകയും, ശ്രീരാമൻ കടലിനോട് യാചിക്കുന്നു, രാവണൻ ജടായുവിനെ വെട്ടുന്നു, കീചകവധം, ദ്രൗപദി തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കൂടാതെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടേതടക്കമുള്ള നിരവധി ഛായാചിത്രങ്ങളും അദ്ദേഹം വരച്ചു. അദ്ദേഹത്തിന് ചിത്രങ്ങൾ വരക്കാൻ മോഡലുകളായി വന്നിരുന്നവർ ആരായിരുന്നു? പ്രത്യേകിച്ച് ആ സ്ത്രീ രൂപങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടല്ലോ. പ്രധാനമായും അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്ത്രീകളും ബന്ധുക്കളുമായിരുന്നു മോഡലുകൾ. തന്റെ ചിത്രങ്ങളിലെ സ്ത്രീ രൂപങ്ങൾക്ക് അദ്ദേഹം കേരളീയ സൗന്ദര്യത്തിന്റെ ഒരു മാതൃക നൽകാൻ ശ്രമിച്ചു. ആ സ്ത്രീകൾക്കെല്ലാം ഒരു കേരളീയ തനിമയുണ്ടായിരുന്നു. രാജാ രവിവർമ്മ ജനിച്ചതും വളർന്നതുമെല്ലാം എവിടെയാണ്? അദ്ദേഹം 1848-ൽ ജനിച്ചത് കിളിമാനൂരിലാണ്. അതുകൊണ്ടാണ് കിളിമാനൂർ കൊട്ടാരം അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം എപ്പോഴും ചേർത്ത് പറയാറ്. തിരുവിതാംകൂർ രാജകുടുംബവുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇത്രയധികം ജനകീയമാകാനുള്ള പ്രധാന കാരണം ആ ഓലിയോഗ്രാഫ് പ്രിന്റുകളാണെന്നാണ്. അതാണ് രവി വർമ്മയുടെ ഏറ്റവും വിപ്ലവകരമായ സംഭാവന. 1894-ൽ അദ്ദേഹം മുംബൈയിലെ ഗാഡ്ഗോപ്പറിൽ രവി വർമ്മ ലിത്തോഗ്രാഫിക് പ്രസ് സ്ഥാപിച്ചു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ അച്ചടിച്ച പകർപ്പുകൾ, പ്രിന്റുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. അതുവരെ രാജ്കൊട്ടാരങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ചിത്രകല സാധാരണക്കാരുടെ വീടുകളിലേക്കും പൂജാമുറികളിലേക്കും എത്തിച്ചേർന്നു. അതെ, പുരാണ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കാൻ ഇത് കാരണമായി. ശരിയാണ്. ഈ പ്രിന്റുകൾ ഭക്തി കലർന്ന വിഷയങ്ങളായതുകൊണ്ട് ജനങ്ങൾ അവയെ ദൈവങ്ങളുടെ ചിത്രങ്ങളായാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ രവി വർമ്മക്ക് ഇന്ത്യൻ ജനതയുടെ ജനകീയ ചിത്രകാരൻ എന്ന സ്ഥാനവും ലഭിച്ചു. 1906-ൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പുകൾ വരെ പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പോയി കാണാൻ എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. തീർച്ചയായും കാണണം. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും പല പ്രമുഖ ഗാലറികളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.